So, hi everyone. ഇന്ന് ഞങ്ങളുടെ ക്ലാസ് 12th ഇംഗ്ലീഷ് ബോർഡ് എക്സാം ആയിരുന്നു. ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ പേപ്പർ. എൻ്റേത് വന്നിട്ട് സെറ്റ് 3 ആയിരുന്നു. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് എക്സാം തുടങ്ങിയ അന്ന് തൊട്ട് സെറ്റ് 3 തന്നെയാണ്. 10th ഇങ്ങനെയായിരുന്നു. 10th പക്ഷേ എനിക്ക് സെറ്റ് 2 ആയിരുന്നു. 2 ആൻഡ് പ്ലസ് 2 കയറിയപ്പോൾ ഇപ്പോൾ സെറ്റ് 3 ഫുൾ 3 ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഇത്രയും പേജസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇതായിരിക്കും. ലൈക്ക് അത്യാവശ്യം കുറേ പേജസ് ഉണ്ടായിരുന്നു. അത് ഇംഗ്ലീഷാണ്, കുറേ പേജസ് ഉണ്ട്. പിന്നെ സെറ്റ് വൈസ് ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ, അതായത് 2 മാർക്കിൻ്റെ ഫസ്റ്റ് സെക്ഷൻ വന്നിട്ട് ഡിഫറൻസ് ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസിൽ. പക്ഷേ അവർ ഏകദേശം അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ലൈക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ലൈക്ക് നമ്മൾ 2 സെറ്റിലെ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മീനിങ് വരുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഫസ്റ്റ് ടൈം നമ്മൾ വായിക്കുമ്പോൾ അത്യാവശ്യം ഡിഫറൻസ് ഉള്ള പോലെയാണ് തോന്നുന്നത്. ഞാൻ സെറ്റ് 1 മാത്രമേ കണ്ടുള്ളൂ, ഞാൻ സെറ്റ് 2 കണ്ടില്ലായിരുന്നു. എൻ്റേത് സെറ്റ് 3 ആണ്. പിന്നെ പാസേജും ഇതൊക്കെ സെയിം ആണ്. പിന്നെ റൈറ്റിംഗ് സെക്ഷനിൽ ഡിഫറൻസ് ഉണ്ട്, ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ പാസേജ് വന്നിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു പാസേജ് ആയിരുന്നു. ലൈക്ക് വായിക്കുമ്പോഴേ മനസ്സിലാവുന്ന, ലൈക്ക് വലിയ തകരാറില്ലാത്ത പാസേജ് ആയിരുന്നു. പിന്നെ 2 പാസേജാണ് നമുക്ക് ഇംഗ്ലീഷിന്. രണ്ടാമത്തെ പാസേജും വലിയ കുഴപ്പമില്ലാത്ത പാസേജ് ആയിരുന്നു. ഞാൻ പാസേജൊക്കെ സത്യം പറഞ്ഞാൽ റോക്കറ്റ് വിട്ടു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് പറക്കുമായിരുന്നു. എനിക്ക് കെമിസ്ട്രിക്ക് സമയം കിട്ടാത്തതിൻ്റെ ഇഷ്യൂ ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് ഇംഗ്ലീഷിനകത്ത് വരുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എത്രത്തോളം സ്പീഡിൽ എഴുതാൻ പറ്റുമോ അത്രയും സ്പീഡിലായിരുന്നു ഞാൻ എഴുതുന്നത്. ഭയങ്കര ഫാസ്റ്റായിട്ടായിരുന്നു ഞാൻ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ലാസ്റ്റ് കുറച്ച് സമയം കിട്ടിയായിരുന്നു. ഞാൻ നല്ല പെട്ടെന്ന് ഞാൻ പറഞ്ഞ് എഴുതുമായിരുന്നു. ഇത്രയും സ്പീഡിൽ ഞാൻ ഒരു ഇംഗ്ലീഷ് എക്സാം എഴുതിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പാസേജ് പക്ഷേ ബിക്കോസ് പാസേജ് 2 അത്ര പാടില്ലാത്ത പാസേജ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം എനിക്ക് അത്ര പെട്ടെന്ന് എഴുതാൻ പറ്റിയത്. പിന്നെ റൈറ്റിംഗ് സെക്ഷൻ വലിയ കുഴപ്പമില്ലാത്തതായിരുന്നു. ലൈക്ക് വലിയ ഇതില്ലാത്ത നോർമൽ റൈറ്റിംഗ് സെക്ഷൻ ആയിരുന്നു. പിന്നെ സെക്ഷൻ C വന്നിട്ട് നമുക്ക് ലിറ്ററേച്ചറിൽ നിന്നാണ് ചോദിച്ചത്. കീപ്പിംഗ് ക്വൈറ്റും ഉണ്ടായിരുന്നു. ലൈക്ക് കീപ്പിംഗ് ക്വൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററും പിന്നെ നമുക്ക് റോഡ് സൈഡ് സ്റ്റാൻഡും ആയിരുന്നു. ഞാൻ ഇത് റോഡ് സൈഡ് സ്റ്റാൻഡാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് റോഡ് സൈഡ് സ്റ്റാൻഡ് ഞാൻ അത്ര കാര്യമായിട്ട് നോക്കാതെയായിരുന്നു പോയത്. കീപ്പിംഗ് ക്വൈറ്റ് ആണ് ഞാൻ നോക്കിയത്. പക്ഷേ സ്റ്റിൽ എനിക്ക് എന്താ ക്വസ്റ്റ്യൻ കണ്ടപ്പം റോഡ് സൈഡ് സ്റ്റാൻഡാണ് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് തോന്നിയത്. അതാണ് എനിക്കിത്. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ലിറ്ററേച്ചറിൽ നിന്ന് തന്നെയായിരുന്നു. ഒന്ന് എനിമി എന്ന് പറഞ്ഞ 8ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് എനിമി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, അതിൽ നിന്നും. പിന്നെ ക്വസ്റ്റ്യൻ ഉണ്ട് മെമ്മറീസ് ഓഫ് ചൈൽഡ്ഹുഡ് ആയിരുന്നു. ഞാൻ ഇത് മെമ്മറീസ് ഓഫ് ചൈൽഡ്ഹുഡ് ആയിരുന്നു, എനിമി അല്ല. എനിക്ക് മെമ്മറീസ് ഓഫ് ചൈൽഡ്ഹുഡാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത്. ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കുമല്ലോ. എനിക്ക് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ചത് എനിമി ആയിരുന്നു നല്ലപോലെ. മെമ്മറീസ് ഓഫ് ചൈൽഡ്ഹുഡ് ഞാൻ ചെറുതായിട്ട് വായിച്ചൊക്കെ ഇട്ടേ ഉള്ളൂ. പക്ഷേ എക്സാം ചെയ്തത് മെമ്മറീസ് ഓഫ് ചൈൽഡ്ഹുഡ് ആണ്. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ലോ സ്പ്രിങ്ങിൽ നിന്നായിരുന്നു. അതിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇൻഡിഗോയിൽ നിന്നായിരുന്നു. ഞാനിതിൽ ലോ സ്പ്രിങ് ആയിരുന്നു എഴുതിയത്. എനിക്ക് അതാണ് കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ലോ സ്പ്രിങ് ആണ് എഴുതിയത്. പിന്നെ വരുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അറ്റൻഡ് എനി 5 ആണ്. ഇതിലാണ് മെയിനായിട്ടും ഡിഫറൻസ് വരുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കാം. സോ ഫസ്റ്റ് വന്നിട്ട് എന്താ ഫ്രാൻസ് ഡിഡ്ന്റ് ലേൺ ഫ്രഞ്ച്, ആ ഒരു ക്വസ്റ്റ്യൻ. സോ ഇതിൽ 5 എഴുതാനായിരുന്നു. ഏതെങ്കിലും 5 നമുക്ക് 6 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 5 വലിയ തകരാറില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ലാസ്റ്റ് ലെസണിൽ നിന്നുണ്ടായിരുന്നു, തിങ് ഓഫ് ബ്യൂട്ടി ഉണ്ടായിരുന്നു, ദ ഇൻ്റർവ്യൂ എന്നുണ്ടായിരുന്നു, പോയിറ്റ്സ് ആൻഡ് പാൻകേക്സ് ഉണ്ടായിരുന്നു, ഇൻഡിഗോ ഉണ്ടായിരുന്നു, പിന്നെ മൈ മദർ അറ്റ് 66 ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ ആയിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. എഴുതാനൊക്കെ പറ്റും. മൊത്തത്തിൽ ഇംഗ്ലീഷ് എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു. ലൈക്ക് നമുക്ക് എഴുതാൻ പറ്റും. ഇവാലുവേഷൻ വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ക്വസ്റ്റ്യൻ കണ്ടിട്ടും എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഇവാലുവേഷൻ അതുകൊണ്ട് അവരെങ്ങനെയാക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഓൾ ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പർ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും എക്സാം കഴിഞ്ഞത് വെച്ചിട്ട് എനിക്ക് കുറച്ച് ബെറ്ററായിട്ട് തോന്നിയത് ഇംഗ്ലീഷ് തന്നെയായിരുന്നു. പിന്നെ ഏതായിട്ട് തോന്നിയത് ആൻഡ് കെമിസ്ട്രി എനിക്ക് അതെനിക്ക് ഡ്രോമ ആയിപ്പോയി. ഫിസിക്സ് അതിനേക്കാളും വലിയ ഡ്രോമയാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പം ഇംഗ്ലീഷ് തന്നെയായിരുന്നു മച്ച് ബെറ്റർ. പിന്നെ 11ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് ഏതെങ്കിലും ആൻസർ ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്.
സോ അതിൽ നമുക്കിത് ടൈഗർ കിങ് ഉണ്ടായിരുന്നു, മെമ്മറീസ് ഓഫ് ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നു, പിന്നെ തേർഡ് ലെവൽ ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ ഇത് തേർഡ് ലെവൽ ഇതൊക്കെ ഏകദേശം എല്ലാവർക്കും സെയിം ആണ്, ഡിഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. സെറ്റ് 1ഉം സെറ്റും 3ഉം തമ്മിൽ ഡിഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. സെറ്റ് 2 ഞാൻ അങ്ങനെ കണ്ടില്ല. അതിൽ ഞാൻ ഇത് തേർഡ് ലെവലും മെമ്മറീസ് ഓഫ് ചൈൽഡ്ഹുഡും ആയിരുന്നു. ടൈഗർ കിങ് വേണം എഴുതായിരുന്നു, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ അപ്പം ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് എത്രയും പെട്ടെന്ന് എഴുതി തീർത്താൽ മതി എന്ന് പറഞ്ഞ ആ ഒരു ഇതായിരുന്നു. അപ്പോൾ ഇത് രണ്ടുപേരും ഞാൻ എഴുതിയത്. പിന്നെ 12, 13 അറ്റംപ്റ്റ് ചെയ്ത് 1 ആയിരുന്നു. അതിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് മനസ്സിലായതൊക്കെ വെച്ചിട്ട് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വന്നിട്ട് പെഡലർ, പിന്നെ അതായത് റാറ്റ് ട്രാപ്പിൽ നിന്നും അതുപോലെ തന്നെ ഗോയിങ് പ്ലേസസിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ഓർ ക്വസ്റ്റ്യൻ വന്നിട്ട് ഓൺ ജെനിഫേഴ്സ് ടൈഗറിൽ നിന്നും ഡീപ്പ് വാട്ടറിൽ നിന്നുമായിരുന്നു. ഞാൻ അതായിരുന്നു എഴുതിയത്. ഞാൻ B ആണ് എഴുതിയത്. എനിക്ക് ആ A ക്വസ്റ്റ്യൻ എന്തോ അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല, അവിടെ ഞാൻ B ക്വസ്റ്റ്യനാണ് എഴുതിയത്. പിന്നെ 13ാമത്തെ വന്നിട്ട് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ BC ഇതൊക്കെ എല്ലാവർക്കും സെയിം ആണ്, ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ B ആണ് ജേർണി ടു ദ എൻഡ് ഓഫ് ദ എർത്ത്, ഞാൻ അതായിരുന്നു എഴുതിയത്. സോ ഇതൊക്കെയാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഓൾ ടോട്ടൽ കുഴപ്പമില്ലായിരുന്നു. ഇത്ര എഴുതിയത് വെച്ചിട്ട് എനിക്ക് കുഴപ്പമില്ലാത്തൊരു എക്സാം എന്ന് പറയാൻ തോന്നിയത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കണക്കായിരുന്നു, ഫിസിക്സ് കണക്കായിരുന്നു, കെമിസ്ട്രി കണക്കായിരുന്നു. ആൻഡ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ് എന്തുകൊണ്ടും ബെറ്റർ. വാല്യുവേഷൻ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ എഴുതിയതിൽ വെച്ചിട്ട് ഇംഗ്ലീഷ് തന്നെയായിരുന്നു പിന്നെ കുറച്ച് ബെറ്റർ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.